السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. വേദിയിൽ ഇരിക്കുന്ന സാദാത്ത് ഹമീദ് തങ്ങൾ അവർകളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, കാരണവന്മാർ, വിദ്യാർത്ഥികൾ, ഉമ്മപങ്ങന്മാർ, അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കാൻ അവസരം അനുവദിക്കുന്നില്ല. ഇതിന് ആശംസ നേരാൻ വേണ്ടി എന്നെ ആദ്യമായി വിളിച്ചതായിരിക്കാം. ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും ആദ്യമായി തന്നെ നേരുകയാണ്. നെക്കില പഞ്ചയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ കുഗ്രാമമാണ്. വെറും 63-64 മുസ്ലിം വീടുകളുള്ള ചെറിയ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ അതിസുന്ദരമായ മദ്രസയും ദർസ് ഹാളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടത്തെ ദീനി ചിട്ടകൾ. അല്ലാഹു തആല ഈ നാട്ടിന് മർമ്മപ്രധാനമായ 2 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നാട്ടിന് അഥവാ നെക്കില എന്ന രാജ്യത്തേക്ക് പ്രധാനമായ 2 അനുഗ്രഹങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതാണ് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തത്, ഇവിടെയുള്ള 63-64 മുസ്ലിം വീടുകളിൽ എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണ് എന്നതാണ്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം. അല്ലാഹു തആല അത് ഖിയാമത്ത് ദിവസം വരെ നിലനിർത്തി തരുമാറാകട്ടെ. രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ മുസ്ലിമീങ്ങളുടെ ഇത്തിഫാഖുൽ മുസ്ലിമീൻ. ഇവിടുത്തെ ഓരോ വീട്ടിന്റെ ആൾക്കാരും പരസ്പരം ഐക്യത്തോടെ ജീവിക്കുന്ന ഒരാണ് എന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ അനുഗ്രഹം. എല്ലാവരും ഒരു വീട്ടിന്റെ അഹ്ലുകാരൊന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും സമ്മതമാണ്. എല്ലാവരും അത് സമ്മതത്തോടുകൂടെ ഐക്യത്തോടുകൂടെ പെരുമാറുന്നു എന്നതാണ് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഈ ഒരു വീട്ടിൽ 10 ആള് ജീവിക്കുന്നുണ്ടെങ്കിൽ 10 ആൾക്കാരുടെ പേരിലും ഇതിന്റെ ഒരു സഹായം കാണാം. മക്കളാവട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ. ബഹുമാനപ്പെട്ട തമ്പിനമ്പക്കി സാദാത്ത് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ നാട്ടിലെ 64 വീടുകളിലും താമസിക്കുന്ന ഓരോ തലകളനുസരിച്ച് ഈ മദ്രസ, ഈ ദർസ് ഫണ്ടിന് വേണ്ടി, ദർസ് കെട്ടിടത്തിന് വേണ്ടി പരസ്പരം ഐക്യത്തോടെ സഹകരിച്ച കാരണമാണ് ഈ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ. അല്ലാഹു തആല അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഖൈറായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിനെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും സ്വർഗം പ്രതിഫലം നൽകുമാറാകട്ടെ.
എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ സിയാദ് സഖാഫി ഉസ്താദ് ഇതിനു വേണ്ടി ആഹോരാത്രം പ്രയത്നിച്ച ആളാണ്. അതുപോലെ ജമാഅത്ത് കമ്മിറ്റിക്കാർ, നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാത്ത ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റി എല്ലാത്തിനും ഏതൊരു സമയത്തും ഈ കെട്ടിടത്തിനെന്നല്ല, ഈ പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി ആഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് അവർ. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘിച്ച് സംസാരിക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഏറ്റവും പുണ്യമുള്ള ഒരു മാസത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മിൽ നിന്ന് റജബ് മാസം കഴിഞ്ഞുപോയി. ഇപ്പൊ നാം നിൽക്കുന്നത് ശഅബാൻ മാസത്തിലാണ്. ഏതാണ് ശഅബാൻ മാസം? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച, അഥവാ ശഅബാനു ശഹരി എന്ന് പഠിപ്പിച്ച ആ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ മുമ്പിൽ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസം കടന്നു വരാൻ ഏകദേശം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി നാം അഹോരാത്രം എന്തു വേണം? ഒരുങ്ങി പ്രയത്നിച്ച് ആ റമളാനിന്റെ പുണ്യങ്ങൾ നേടാൻ നാം എന്താക്കണം? ഒരുമിച്ച് നിൽക്കണം. നാം അതിന് പ്രയത്നിക്കണം അല്ലേ? നാം ഇവിടെ ജീവിക്കുന്നത് ദുന്യവിയായ കാര്യത്തിന് വേണ്ടിയല്ല. നാം ഇവിടെ ജീവിക്കുന്നത് ദുന്യാവിൽ ശാശ്വതമായി നിൽക്കാൻ വേണ്ടിയല്ല, പാരത്രികമായ ലോകത്തേക്ക് വിട പറഞ്ഞു പോകാനുള്ളതാണ്. ആ വിട പറഞ്ഞു പോകുമ്പോൾ അതിനിക്ക് വേണ്ട ആ പാരത്രികമായ ലോകത്ത് നാം സുന്ദരമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്താലല്ലാതെ നമുക്ക് 6 അടി ഖബറിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസത്തിൽ നമുക്ക് കഴിയുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്തു മുന്നേറണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി ഒരു ഉപമയോടുകൂടെ, ഒരു മിസാലോടുകൂടെ നമുക്ക് പറഞ്ഞു തന്നതായിട്ട് കാണാം. നാളെ മഹ്ശറ സഭയിലുള്ള ജീവിതത്തെ പറ്റി. ഒരു നാട്, ആ നാട്ടിലേക്ക് വർഷം തോറും ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുകയാണ്. ഒരു നാട്ടിൽ വർഷം തോറും ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുക. പക്ഷേ വർഷത്തിന്റെ അവസാനമായാലോ ആ രാജാവിനെ മൃഗങ്ങളും ഇഴജന്തുക്കളും ഉള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുക എന്നതാണ് പതിവ്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു രാജാവിനെ തെരഞ്ഞെടുക്കും. ആ വർഷം കഴിഞ്ഞാലോ പിന്നീട് ആ രാജാവിനെ കൊണ്ടുപോയിട്ട് ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളുമുള്ള ഒരു കാടൻ പ്രദേശത്തേക്ക് കൊണ്ടുപോയി വിടും. അതാണ് ഒരു നാട്ടിന്റെ പതിവ്. അങ്ങനെ ഒരു വർഷം ഒരു രാജാവിനെ തെരഞ്ഞെടുത്തു. ആ രാജാവിനിക്ക് ഒരു വർഷം പൂർത്തിയാകുമ്പോ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ആ രാജാവിനെ എന്താക്കും? കൊണ്ടുപോയി കാടൻ പ്രദേശത്തേക്ക് വിട്ടുകളയും. അവിടെയുള്ള ഇഴജന്തുക്കളും മൃഗങ്ങളും അദ്ദേഹത്തെ പിടിച്ചു തിന്നു. പിന്നീടോ അവരൊക്കെ മടങ്ങി വന്ന് വീണ്ടും ഒരു രാജാവിനെ തെരഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും അല്ലേ? ആരും സമ്മതിക്കൂല രാജാവിനെ തെരഞ്ഞെടുക്കാൻ. എന്നാലും അവരെല്ലാരും കൂടിയിട്ട് ഒരു രാജാവിനെ അവർ തെരഞ്ഞെടുക്കും. അങ്ങനെ വർഷം അതും കഴിഞ്ഞാലോ അദ്ദേഹത്തെയും കൊണ്ടുപോയി ഇഴജന്തുക്കളുള്ള ആ കാടൻ പ്രദേശത്ത് കൊണ്ടുപോയി വിടും. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമാനായ, ഒരു ചിന്തകനായ ഒരു മനുഷ്യനെ രാജാവായി തെരഞ്ഞെടുത്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ രാജാവായി തെരഞ്ഞെടുത്തു. ഒരു രാജാവിന്റെ ദൗത്യം എന്താണ്? ആ നാട്ടിന്റെ പുരോഗതിയും ആ നാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണല്ലോ ഒരു രാജാവിന്റെ ദൗത്യം. പക്ഷേ ആ ചിന്തകനായ, ബുദ്ധിമാനായ ആ മനുഷ്യൻ ചെയ്തതെന്താ? ആദ്യമായിട്ട് അദ്ദേഹം ലാസ്റ്റ് സമയത്ത് കൊണ്ടുപോയി വിടാറുള്ള ആ കാടൻ പ്രദേശത്തെ അവിടെയുള്ള മരങ്ങളും
എല്ലാ സാധനങ്ങളെയും വെട്ടി അതിന് ഒരു വിശാലമായ ഒരു സ്ഥലമാക്കിയിട്ട് കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അവസാനം അവിടെ പോയിട്ട് ജീവിക്കേണ്ട ആളാണല്ലോ അദ്ദേഹം. എന്തു ചെയ്തു? അവിടെയുള്ള ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് വലിയ വലിയ കെട്ടിടങ്ങളും സുന്ദരമായ വീടുകളും അരുവികളും ഒരു തോട്ടം പോലത്തെ രാജ്യങ്ങളാക്കി അദ്ദേഹം മാറ്റിയതിനെ. വർഷം പൂർത്തിയാകുമ്പോ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ജനങ്ങളൊക്കെ വന്നു. ആ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ സമയം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു, എന്നാ എന്നെ വേഗം കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നെ വേഗം കൊണ്ടുപോയി ആ കാട്ടിലേക്കാക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയാം അവിടെ കാടില്ല, നാടാണുള്ളത്. അതുപോലെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുന്യവിയായ ജീവിതത്തിൽ നമുക്കിനി വരാനിരിക്കുന്നത് വലിയ അപകടമായ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സഹാബാക്കൾ ചോദിച്ചു, അല്ല ഉസ്മാനെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മഹ്ശറയുടെയും മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങൾ ഒരിക്കലും കരയുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ, പിന്നെന്താണ് നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവം നാം ഓർക്കണം. അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. ഖബറാകുന്ന വീട് മഹ്ശറയുടെ ആദ്യത്തെ വീടാണ്. ആദ്യം കടക്കാനിരിക്കുന്ന കടയാണ് ഖബർ എന്നത്. ആ ഖബറാകുന്ന ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. അവിടെ ഇഴജന്തുക്കളുണ്ട്, പുഴുക്കളുണ്ട്, മറ്റുള്ള എല്ലാ അപകടകരമായ മേഖലകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണോ? ദുന്യവിയായ ലോകത്ത് അല്ലാഹു തന്ന തുച്ഛമായ ആയുസ്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ വയസ്സ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ജീവിതം, 60ന്റെയും 70ന്റെയും ആ ഇടയിലുള്ള ജീവിതം നമുക്ക് സുന്ദരമായ നിലക്ക് ആ ഖബറാകുന്ന ജീവിതത്തിൽ ജീവിക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല നല്ല നല്ല മാസങ്ങളും നല്ല നല്ല ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ഓഫറായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഓഫറിൽ നമുക്ക് എടുക്കാൻ സാധിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന മാസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്ത് നമുക്ക് ആഖിറമാകുന്ന വീട്ടിൽ വിജയകരമായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಕಾರ್ಯಕ್ರಮದ